ഹായ് മക്കളെ, ജിതിൻ സാറാണ്, ജെസി സാറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മക്കളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അവസരത്തിൽ വന്നിട്ടുള്ളത്. മക്കൾക്കറിയാം, നമ്മുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ സമയത്ത് കുറേ ആളുകൾ ഇതുപോലെ തന്നെ പറയുന്നുണ്ട്, മെസ്സേജുകൾ അയക്കുന്നുണ്ട്, സാറേ വിചാരിച്ച പോലൊന്നല്ല, എക്സാം അത്യാവശ്യം ടഫായിരുന്നു എന്നുള്ളത്. ഈ ഒരു വീഡിയോ കേൾക്കുന്ന പേരൻസ് ആണെങ്കിൽ പ്രത്യേകം ചില കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ഈ ഒരു വർഷത്തിൽ പ്രത്യേകിച്ച് 6ാം ക്ലാസ്സിനകത്ത് വലിയ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു, ഇതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയതിൻ്റെ ഭാഗമായിട്ട് നല്ല ടഫായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ വർഷം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷമൊന്നും ഉള്ളതുപോലെയല്ല. ഇത് സൂചന നമുക്ക് കിട്ടിയിരുന്നു കഴിഞ്ഞ ഓണം എക്സാമിന് തന്നെ. ഓണം എക്സാമിന് വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്കറിയുന്നതാണ്. അത്യാവശ്യം നല്ല ഹൈ ലെവലായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അതേ പാറ്റേൺ പ്രകാരം തന്നെയാണ് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിനും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ പല കുട്ടികളും പറയുന്നുണ്ട്, സാർ വിചാരിച്ചതുപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, അത്യാവശ്യം ടഫാണ് എന്നൊക്കെ പറയുന്നുണ്ട്. 6ാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് തന്നെയാണ്. അത് വെറുതെ പറയുന്നതല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ 6ാം ക്ലാസ്സിനകത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടി കൃത്യമായിട്ട് ആ പോർഷൻസ് ഒക്കെ തന്നെ കൃത്യമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അടുത്ത വർഷം ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാണ് 7ാം ക്ലാസ് എന്ന് പറയുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, USS എന്ന് പറയുന്ന വലിയൊരു എക്സാം നമുക്ക് എഴുതാൻ പോകുന്ന വർഷമാണ് 7ാം ക്ലാസ് എന്ന് പറയുന്നത്. 7ാം ക്ലാസ്സിനകത്ത് വലിയൊരു മാർക്ക് സ്കോർ ചെയ്യുകയും അതേപോലെ തന്നെ USS നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം തന്നെ വേണം. അത് എവിടെ നിന്ന് തുടങ്ങണം? 6ാം ക്ലാസ്സിൽ നിന്ന് തന്നെ തുടങ്ങണം. കാരണം 5ലും 6ലും ഒക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് USSനകത്ത് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. 7ാം ക്ലാസ്സിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ USSനകത്ത് വരും. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു പഠനം 6ൽ തന്നെ എന്ത് ചെയ്യണം? കുട്ടി കൊടുക്കണം. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിനും അതുപോലെ തന്നെ 10ാം ക്ലാസ്സിനും ഒക്കെ തന്നെ മെയിനായിട്ട് ട്യൂഷൻ സെൻ്ററുകളിലൊക്കെ ക്ലാസ്സുകൾ ഉണ്ടാവും. എന്നാൽ ചെറിയ ക്ലാസ്സുകൾക്കകത്തൊന്നും ട്യൂഷൻ പലപ്പോഴും കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. കാരണം സ്കൂളിൽ നിന്നുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, പക്ഷേ അതല്ലാതെ കുട്ടിക്ക് വേണ്ട കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള കുറേ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട്. അത് പല കുട്ടികൾക്കും എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. പല രക്ഷിതാക്കൾക്കും ചിലപ്പോൾ ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊക്കെയോളന്നില്ല. ആ സമയത്താണ് ശരിക്കും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ മറികടക്കാൻ വേണ്ടി സൈലം ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, അതാണ് നമ്മുടെ വജ്ര ബാച്ച് എന്ന് പറയുന്നത്. കാരണം വജ്ര ബാച്ചിനകത്ത് ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഓൺലൈനിലൊക്കെ തന്നെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെ ഒരു പഠനം ആവശ്യമുണ്ടെങ്കിൽ അതിന് സൈലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്പിലെ ഒരു പ്രധാനപ്പെട്ട ബാച്ചായിട്ടുള്ള വജ്രയ്ക്കകത്ത് നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് വജ്രയിൽ തന്നെയാണ്. വജ്ര ബാച്ചിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നല്ലേ? ഒന്നാമത്തെ കാര്യം, അതിൽ റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകളായിരിക്കും. അത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഓൾറെഡി ഷെഡ്യൂൾ തരും. ആ ഷെഡ്യൂൾ പ്രകാരം എന്ത് ചെയ്യുന്നു, ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് നടക്കും. ഇനി ഈവൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ക്ലാസ് ഓൾറെഡി അതിനകത്ത് എന്ത് ഉണ്ടാവും, അതിനകത്ത് കിടക്കും. അപ്പോൾ നിങ്ങളുടെ ടൈം എപ്പോഴാണോ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ കാണാം. ഇനി എക്സാമുകൾ ഉണ്ടാവും. കൃത്യമായിട്ട് ഓരോ എക്സാമുകൾ, ഓരോ പാറ്റേൺ അനുസരിച്ച് എക്സാമുകൾ ഉണ്ടാവും. ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാവും. അതേപോലെ തന്നെ ഇനി മോഡൽ എക്സാമുകൾ വരും. അതേപോലെ മെയിൻ എക്സാമിനൊക്കെ ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടാവും. എക്സാം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതിന് എങ്ങനെ ഉത്തരം നൽകണം, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യും, ടീച്ചേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞു തരും. നോട്ട്സുകൾ ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുകളാണ് സൈലത്തിൻ്റെ വജ്ര ബാച്ചിനകത്തുള്ളത്. ഇപ്പോഴാണ് ചേരുന്നതെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്കറിയാം, പ്രധാനമായിട്ട് അതിൻ്റെ ഓഫറുകളൊക്കെ ഉള്ളൊരു സമയം കൂടിയാണ്. സോ ഞാൻ പറയുന്നു, 6ാം ക്ലാസ്സിനകത്ത് മാർക്ക് കുറവാണ് എന്നൊക്കെ തോന്നുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ന്യൂ ഇയറിന് പാരൻസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് അത് വജ്ര തന്നെയാണ്. സോ വജ്രയിൽ ചേരാൻ വേറൊന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ 9995400800 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വജ്രയുടെ ഭാഗമായിട്ട് മാറുക. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുക. 6ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞാലാണ് അടുത്ത വർഷത്തെ നമ്മുടെ USSഉം അതേപോലെ തന്നെ 7ാം ക്ലാസ്സിനകത്ത് വലിയ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. സോ ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ. സോ എല്ലാ ആൾക്കാരും ജോയിൻ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ബൈ.